നദിയുടെ പോഷകനദിയായ യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ താജ്മഹൽ കഴിഞ്ഞ കുറേ നാളുകളായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാറുണ്ട്. ജയ്പൂർ രാജാവിൽ നിന്ന് തട്ടിയെടുത്ത സ്ഥലത്താണ് താജ്മഹൽ നിർമ്മിച്ചതെന്ന ആരോപണങ്ങളുണ്ട്. സത്യത്തിൽ ആരാണ് താജ്മഹൽ നിർമ്മിച്ചത്? ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിക്കുന്നത്? താജ്മഹൽ നിർമ്മിച്ച വിദഗ്ധരുടെ കൈകൾ വെട്ടിയോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ദിസ് വീഡിയോ ഫ്രം അൻസീല കേവില്ല ഒഫീഷ്യൽ. സാരത്സൻ യൂറോപ്യൻ രജപുത് ശൈലികളുടെ സമഞ്ജസമായ സമ്മേളനമാണ് താജ്മഹലിനെ ആ കാലഘട്ടത്തിലുള്ള മറ്റു ശില്പങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കേവലമായ ഒരു ശവകുടീരത്തിൽ നിന്ന് കാലത്തെ അതിജീവിച്ച മനോഹരമായ ഒരു വെണ്ണക്കൽ സൗധം മാറിയത് അതുകൊണ്ട് തന്നെയാണ്. 1631 മുതൽ 1653 വരെയുള്ള 22 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 20,000-ഓളം ജോലിക്കാർ പണിത് പൂർത്തീകരിച്ച ഒരു ശില്പം അതാണ് താജ്മഹൽ. ഇത്രയും വൈവിധ്യമായിട്ടുള്ള ശില്പകലകൾ ദൃശ്യമായിട്ടുള്ള താജ്മഹൽ ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് ഇതിൻ്റെ ശില്പി? അതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. പ്രധാന ഗോപുരം പണിതത് ഇസ്മയിൽ അഫൻഡിയാണ്. ഓട്ടോമൻ വിഭാഗത്തിൽപ്പെട്ട ഈ വിദഗ്ധൻ താജ്മഹലിൻ്റെ പ്രധാന ശില്പിയായി സൂചിപ്പിക്കാറുണ്ട്. ഇറാനിൽ നിന്ന് വന്ന ഉസ്താദ് ഇസ, അതുപോലെ ഈസ മുഹമ്മദ് അഹോറി എന്നിവരും ഇസ്മയിൽ അഫൻഡിയെ സഹായിച്ചതായിട്ട് ചില സൂചനകളുണ്ട്. പേർഷ്യയിൽ നിന്ന് വന്ന ഗുരു ബനാറസ് വാസ്തുശില്പ മേഖലയിൽ അറിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹവും ഈ കാലഘട്ടത്തിൽ ആഗ്രയിലെ താജ്മഹലിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ സഹകരിച്ചതായി സൂചനയുണ്ട്. താജ്മഹലിൻ്റെ സ്വർണ്ണനിർമ്മിതമായ പല മേഖലകളും കൈകാര്യം ചെയ്തത് ഹാസിം ഖാനാണ്. ലാഹോറിൽ നിന്നാണ് അദ്ദേഹം ആഗ്രയിലെത്തുന്നത്. മാർബിൾ വെണ്ണക്കൽ പോലെ മിനുക്കിയെടുത്തത് ദില്ലിയിൽ നിന്നുള്ള ചിരഞ്ജിലാലാണ്. ഇറാനിൽ നിന്ന് വന്ന അമാനത്തുള്ള ഖാനും ഷിരാസും ധാരാളം എഴുത്തുകുത്തുകൾ താജ്മഹലിൽ അങ്ങോളമിങ്ങോളം നടത്തിയിട്ടുള്ളത്. പ്രധാന കവാടത്തിൽ പണികളുടെ അവസാനം ഷിറാസ് എന്നെഴുതിയിട്ടുമുണ്ട്. ശരിക്കും ആശാരിമാരുണ്ടായിരുന്ന ഒരു പണിയാണ് നമുക്ക് ഈ പണിയെന്ന് ഇവയിൽ നിന്നൊക്കെയും ഊഹിക്കാവുന്നതാണ്. അതിൽ പ്രധാന ആശാരി എന്ന് പറയുന്നത് മുഹമ്മദ് ഹനീഫാണ്. അതുപോലെ ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മിർ അബ്ദുൽ കരീം, ഇറാനിൽ നിന്ന് വന്ന മുക്തരിമാൻ എന്നിവരും രൂപകൽപ്പന ചെയ്യുന്നതിൽ സഹായം ചെയ്തതായിട്ട് സൂചനയുണ്ട്. എന്നാലും പ്രധാന ചോദ്യം ആരാണ് താജ്മഹലിൻ്റെ ശില്പി, യഥാർത്ഥത്തിലെ ശില്പി എന്നതാണ്. തുർക്കി വംശജനായ ഉസ്താദ് അഹ്മദിൻ്റെ മകൻ ലുക്മില്ല മുഹദ്ദിസ് എഴുതിയ ഡയറി കുറിപ്പിൽ വേറൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഉസ്താദ് അഹ്മദുൽ അഹോറിയാണ് താജ്മഹലിൻ്റെ പ്രധാന ശില്പി എന്നാണ്. ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിലൂടെ കടന്നുപോയാൽ ഈ പ്രസ്താവന ശരിയാണെന്നും സൂചനയുണ്ട്. അതേസമയം ഷാജഹാൻ്റെ പിതാവ് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലെ കൊട്ടാരത്തിലെ പ്രധാന ശില്പിയായിരുന്ന മിർ അബ്ദുൽ കരീമാണ്. അദ്ദേഹമാണ് താജ്മഹലിൻ്റെ നിർമ്മിതിക്ക് മേൽനോട്ടം വഹിച്ചത് എന്നതായുള്ള പറയുന്ന അഭിപ്രായങ്ങൾക്കും ഏറെ സാധ്യതയുണ്ട്. അതും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ശില്പമാണ് താജ്മഹൽ. മാർബിളിൽ കൊത്തിയെടുത്തിട്ടിരിക്കുന്ന താജ്മഹലിൽ അനേകം ചിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെണ്ണക്കല്ലുകളിൽ കല്ലുകൾ പതിപ്പിക്കുന്ന പെട്രോഡ്യൂറ എന്ന ശൈലി ഇറ്റാലിയൻകാരുടെ ഒരു സവിശേഷതയാണ്. അത് നമ്മുടെ താജ്മഹലിൽ ഒരുപാട് വിസിബിളാണ്. ലാഹോറിലെ ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ട ജെറോണിയോ വെറോണി എന്ന ഇറ്റാലിയൻ ശില്പിയാണ് താജ്മഹൽ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന ആളുകളുമുണ്ട്. ഷാജഹാൻ്റെ കൽപ്പന പ്രകാരം ഈ ശില്പിയെ കൊല്ലുകയായിരുന്നു എന്നാണ് കഥ. 1640 അത്. അതിന് ആരോപിച്ച കുറ്റമെന്ന് പറയുന്നത് താജ്മഹലിന് വേണ്ടി കൊണ്ടുവന്ന അപൂർവമായ രത്നങ്ങൾ പലതും മോഷണം പോയി എന്നുള്ളതാണ്. ആ മോഷണക്കുറ്റത്തിൽ ശില്പിയായ വെറോണിയയ്ക്ക് പങ്കുണ്ട് എന്നാണ് പറയുന്നതും വധശിക്ഷ നടപ്പിലാക്കിയതും അതുകൊണ്ടാണ്. ഏതാണ്ട് ഇതേ സമയത്താണ് ആഗ്രയിൽ അഗസ്റ്റീനസ് പാതിരി ഫാദർ മാൻഡ്രിക് എത്തുന്നത്. അദ്ദേഹം ആ സമയത്ത് കുറിച്ചത് യഥാർത്ഥത്തിൽ താജ്മഹലിൻ്റെ രൂപകൽപ്പന നടത്തിയത് ഈ ഇറ്റാലിയൻ ശില്പിയായ വെറോണിയ തന്നെയാണ് എന്നാണ്. താജ്മഹൽ നിർമ്മിച്ചവരുടെ കൈ വെട്ടി ഷാജഹാൻ
എന്നാണ് പൊതുവെ ആഘോഷമാക്കിയ ആരോപണം. ഇത് സത്യമോ അല്ലയോ? താജ്മഹൽ പണി കഴിപ്പിച്ചവരുടെ കൈകൾ ഷാജഹാൻ വെട്ടിമാറ്റിയതാണോ എന്ന പഴക്കമുള്ള അവകാശവാദം പരിശോധിക്കാൻ ന്യൂസ് ചെക്കർ ഒരു കീവേഡ് സെർച്ച് നടത്തി തുടങ്ങി. താജ്മഹൽ കൈകൾ കട്ട് ഓഫ് എന്നീ വാക്കുകൾ നോക്കുമ്പോൾ 2017 ഒക്ടോബർ 22 ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലേക്ക് ന്യൂസ് ചെക്കർ ടീമിനെ നയിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവിധ മിഥ്യകളെ ലേഖനം പൊളിച്ചെടുക്കുന്നു. താജ്മഹൽ പണി കഴിപ്പിച്ചവരുടെ കൈകൾ ഷാജഹാൻ വെട്ടിമാറ്റിയെന്നതിന് തെളിവില്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. താജ് പൂർത്തിയാക്കിയ ശേഷം അതേ കരകൗശല വിദഗ്ധർ ഡൽഹിയിലെ ഷാജഹാനാബാദ് നഗരം നിർമ്മിച്ചുവെന്നും ലേഖനത്തിൽ പറയുന്നു. കൈകളില്ലാതെ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു നേട്ടം. ഇതും താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള സമാനമായ മിഥ്യകളും പൊളിച്ചെഴുതാൻ ലക്ഷ്യമിട്ടുള്ള സ്ക്രോളിൻ്റെ ഒരു ലേഖനവും ന്യൂസ് ചെക്കർ കണ്ടെത്തി. കൈകൾ വെട്ടുന്നതിനെക്കുറിച്ചുള്ള മിഥ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലേഖനം പറയുന്നു, ഇത് ഒരു ഘട്ടത്തിൽ താജ്മഹലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. ഭയാനകമായ നിഴലില്ലാതെ ഇത്രയും മനോഹരമായ ഒന്ന് നിലനിൽക്കില്ല എന്ന മട്ടിൽ മുംതാസ് മഹലിൻ്റെ മക്ബറ. ഇതുപോലൊരു രോഷം സംഭവിച്ചിരുന്നെങ്കിൽ യൂറോപ്യൻ ചരിത്രകാരന്മാരിൽ നിന്ന് ഞങ്ങൾ അത് കേൾക്കുമായിരുന്നു എന്നും ലേഖനം പരാമർശിക്കുന്നു. അക്കാലത്തെ മികച്ച കരകൗശല വിദഗ്ധർ ജോലി ചെയ്തിരുന്ന വിവിധ നഗരങ്ങളിൽ ഷാജഹാൻ നിരവധി പദ്ധതികൾ കമ്മീഷൻ ചെയ്തുവെന്ന് ലേഖനം ഉപസംഹരിക്കുന്നു. കരകൗശല തൊഴിലാളികൾ ഒന്നിനു പുറകെ ഒന്നായി നിർമ്മാണ സ്ഥലത്തേക്ക് മാറിയിരിക്കാൻ സാധ്യതയുണ്ട്. അത് തുടരുന്നു. അവരുടെ കൈകൾ വെട്ടിമാറ്റുക എന്നതിനർത്ഥം അതേ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യമുള്ള ധാരാളം കരകൗശലക്കാരെ കണ്ടെത്തേണ്ടി വരും. നല്ല ജോലിക്കാരായ തൊഴിലാളികളെ ഇന്നത്തെ പോലെ അക്കാലത്ത് കൊണ്ടുവരാൻ എളുപ്പമായിരുന്നില്ല. താജ്മഹൽ നിർമ്മിച്ചവരുടെ കൈകൾ ഷാജഹാൻ വെട്ടിമാറ്റിയെന്ന വാദത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ന്യൂസ് ചെക്കർ സംഘം ചരിത്രകാരൻ നജാഫ് ഹൈദർ, JNUവിലെ ചരിത്ര പഠന കേന്ദ്രം പ്രൊഫസറും മധ്യകാല ഏഷ്യൻ ചരിത്രത്തിൽ വിദഗ്ധനുമായ നജാഫ് ഹൈദറിനെ സമീപിച്ചു. താജ്മഹൽ പണിതവരുടെ കൈകൾ ഷാജഹാൻ ഛേദിച്ചു കളഞ്ഞെന്നോ സ്മാരകം നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന കൊത്തുപണിക്കാരെയും കരകൗശല വിദഗ്ധരെയും അന്ധരാക്കിയെന്നോ ഉള്ള വാദം പ്രൊഫസർ ഹൈദർ തള്ളിക്കളഞ്ഞു. ഷാജഹാന് വാസ്തുവിദ്യയോട് വലിയ ഇഷ്ടമായിരുന്നുവെന്നും ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളോ യുക്തികളോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഷാജഹാന്റെ മരണശേഷം അടക്കം ചെയ്യാൻ ആഗ്രഹിച്ച താജ്മഹലിൻ്റെ പുണ്യസ്ഥലമായാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. കരകൗശലക്കാരുടെ കൈകൾ വെട്ടിമാറ്റുന്ന ഒരു പുണ്യസ്ഥലത്തെ അവൻ അശുദ്ധമാക്കുമായിരുന്നില്ല. ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കാൻ ചരിത്രപരമായ തെളിവുകൾ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാജഹാന്റെ മരണത്തിന് ശേഷവും അത്തരമൊരു അവകാശവാദത്തിന് രേഖാമൂലമുള്ള രേഖകളില്ല. പത്രപ്രവർത്തകയും അക്കാദമിക് വിദഗ്ധയും അല്ലാഹു അക്ബർ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഗ്രേറ്റ് മുഗൾ ഇൻ ടുഡേസ് ഇന്ത്യയുടെ രചയിതാവുമായ മണിമുദ്ര ശർമ്മയെയും ന്യൂസ് ചെക്കർ ബന്ധപ്പെട്ടു. മിഥ്യയെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവിച്ചു. സഫാവിദ് ഓട്ടോമൻ സമകാലികരെക്കാൾ വലിയവനായി കാണാൻ ആഗ്രഹിച്ച ചക്രവർത്തിയെ അത്തരത്തിലുള്ള അപമാനം കൊണ്ടുവരുമെന്ന് സങ്കല്പിക്കുക. ആരായിരിക്കും മുഗളന്മാർക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിക്കുക? എന്നാൽ മധ്യേഷ്യ, ഇറാൻ, ഒട്ടോമൻ സാമ്രാജ്യം, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച മേസൺമാർ, കാലിഗ്രാഫിസ്റ്റുകൾ, ജ്വല്ലറികൾ, കലാകാരന്മാർ എന്നിവരും മുഗൾ കൊട്ടാരത്തിൽ ജോലി തേടിയെത്തുകയും വിവിധ വസ്തുവിദ്യാ പദ്ധതികളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നതായി ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്ന സമാനമായ മറ്റൊരു കഥ. ഷാജഹാൻ തൻ്റെ തൊഴിലാളികൾക്ക് ഒരു ധാർമ്മിക കോഡ് അടിച്ചേൽപ്പിച്ചു. അതായത് ഷാജഹാൻ തൻ്റെ തൊഴിലാളികൾക്ക് ഒരു ധാർമ്മിക കോഡ് അടിച്ചേൽപ്പിച്ചു. ഇനിയൊരിക്കലും മറ്റാർക്കും വേണ്ടി പ്രവർത്തിക്കരുത്. ഇതും തീർത്തും തെറ്റാണ്. മുഗൾ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നത് പോലെയുള്ള സമ്പത്തും വിഭവങ്ങളും മറ്റൊരു രാജ്യത്തിനും ഉണ്ടായിരുന്നില്ല. അവർക്ക് സമാനമായ നിരവധി നിർമ്മാണ പദ്ധതികൾ മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കരകൗശല തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ജോലികൾ എവിടെ കണ്ടെത്തുമെന്ന് നിങ്ങൾ കരുതുന്നു? പരിശീലനം ലഭിച്ച ചരിത്രകാരനായ ശശാങ്ക് ശേഖർ സിൻഹ എഴുതുന്നു, താജ് പണിത ആർക്കിടെക്റ്റുകളെയും തൊഴിലാളികളെയും ഷാജഹാൻ കൊന്നു എന്നതാണ് മറ്റൊരു പ്രചാരത്തിലുള്ള മിഥ്യ. ചക്രവർത്തി അവരുടെ കൈകൾ വെട്ടിമാറ്റി അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയോ ആഗ്ര കോട്ടയിലെ തടവറകളിലേക്ക് വലിച്ചെറിയുകയോ ചെയ്തതായി മറ്റു പതിപ്പുകൾ പരാമർശിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്മാരകം നിർമ്മിക്കാൻ ആരും അവശേഷിക്കില്ല.
ഈ കെട്ടുകഥയുടെ മറ്റ് അഹിംസാത്മക പതിപ്പുകൾ പറയുന്നത് ചക്രവർത്തി അവർക്ക് മികച്ച പ്രതിഫലം നൽകുകയും അവരുമായി ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഇനി ഒരിക്കലും അങ്ങനെയൊരു സ്മാരകം പണിയില്ലെന്ന് ഭാവിയിൽ ജോലി ചെയ്യാനുള്ള ഒരാളുടെ കഴിവ് ഇല്ലാതാക്കുക എന്നതിനർത്ഥം കൈകൾ വെട്ടുക എന്നാണ്. ഈ കഥയ്ക്ക് വീണ്ടും ചരിത്രപരമായ അടിത്തറയില്ല. അത്തരം കഥകൾ ഇംഗ്ലണ്ട്, അയർലൻഡ്, റഷ്യ, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സംസ്കാരങ്ങളിലെ സ്മാരകങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നാടോടിക്കഥകളുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ, താജ് പണിതവരുടെ കൈകൾ ഷാജഹാൻ വെട്ടിമാറ്റി എന്നുള്ള ആരോപണങ്ങൾ തികച്ചും മിഥ്യയാണ്, അല്ലെങ്കിൽ അതൊരു ആരോപണം മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയുക. കാരണം ഇത് കാലത്തെ അതിജീവിച്ച താജിൻ്റെ കഥയാണ്. താജ് ലോകത്തിലെ മറ്റൊരു സ്മാരകത്തിനും സമാനമല്ലാത്ത ഒരു സ്മാരകം, അതും ഒരു പ്രണയ സൗധം. താജിന് സമാനം താജ് മാത്രം. ഷാജഹാന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് മുംതാസ് മഹൽ. എന്തുകൊണ്ട് മുംതാസ് മഹലിനോട് ഷാജഹാൻ ഈ ശൈലിയിലുള്ള ഒരു പ്രണയം അനുഭവപ്പെട്ടു എന്നുള്ളത് ഒരു കഥയാണ്. ആ കഥയിലേക്ക് കൂടി നമുക്ക് കടന്നു പോകാം. ഷാജഹാൻ്റെ യഥാർത്ഥ പേര് ഖുറം എന്നാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മകളാണ് അർജുമന്ദിർ. ഷാജഹാൻ്റെ പിതാവ് ജഹാംഗീറിൻ്റെ പത്നിയായിരുന്ന നൂർജഹാൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് അർജുമന്ദിർ. ഷാജഹാൻ്റെ പിതാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെയാണ് അർജുമന്ദിറും ഷാജഹാനൊപ്പം വളർന്നത്. 1607 അർജുമന്ദിറിന് 14 വയസ്സുള്ളപ്പോൾ ജഹാംഗീർ തൻ്റെ മകൻ രാജകുമാരൻ ഖുറവുമായും അർജുമന്ദിറിൻ്റെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. അന്ന് ഖുറും രാജകുമാരന് 15 വയസ്സായിരുന്നു പ്രായം. 5 കൊല്ലം കഴിഞ്ഞ് അവരുടെ വിവാഹം നടന്നു. ഖുറും രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ നാമം ഷാജഹാൻ എന്ന് പിന്നീട് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. സ്നേഹവും ത്യാഗമനസ്ഥിതിയും സ്വഭാവമഹിമയും സൗന്ദര്യവും കൊണ്ട് അർജുമന്ദു ബാനു ബീഗം ഷാജഹാൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. ഷാജഹാൻ അർജുമന്ദിറിൻ്റെ പേര് പിന്നീട് മുംതാസ് മഹൽ എന്ന് മാറ്റി. കൊട്ടാരരത്നം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. മുംതാസിനെയും കൊണ്ട് ഷാജഹാൻ തൻ്റെ രാജ്യം മുഴുവനും കറങ്ങി. നായാട്ടിലും യുദ്ധത്തിലുമൊക്കെ ഒരുപോലെ താല്പര്യമുണ്ടായിരുന്ന മുംതാസ് ആനസവാരി ചെയ്യുന്നതൊക്കെ സ്ഥിരമായ കാഴ്ചയായിരുന്നു. എല്ലാ യുദ്ധത്തിലും ഷാജഹാൻ്റെ കൂടെ മുംതാസ് എപ്പോഴും ഉണ്ടായിരുന്നു. തികച്ചും നല്ലൊരു പോരാളിയായിരുന്നു ഷാജഹാൻ. ഷാജഹാൻ്റെ പോരാട്ടവീര്യത്തിൻ്റെ സ്രോതസ്സോ മുംതാസ് മഹലായിരുന്നു. ആഗ്രയിലെ ചെങ്കോട്ടയിൽ നിന്നാണ് ഷാജഹാൻ ഭരണം നടത്തിയിരുന്നത്. ആ ചെങ്കോട്ടയിൽ മുംതാസിന് താമസിക്കാനായി ഹാസ് എന്ന പ്രത്യേകതരം സൗധം തന്നെ ഷാജഹാൻ അക്കാലത്ത് പണിയിച്ചിരുന്നു. ശരിക്കും ഉല്ലാസഭരിതമായ ജീവിതമായിരുന്നു 19 വർഷക്കാലം ഇരുവർക്കുമുണ്ടായിരുന്നത്. മുഗൾ കാലഘട്ടത്തിലെ സുവർണ കാലഘട്ടമെന്ന് പറയുന്ന ഈ സമയത്ത് ചെങ്കോട്ടയും ജുമാ മസ്ജിദും ഉദ്യാനങ്ങളൊക്കെയും ഉണ്ടാക്കുന്നതിന് ഷാജഹാന് ശക്തമായ പിന്തുണ നൽകിയത് പ്രിയപത്നി മുംതാസ് ആയിരുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് ശരിയായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഷാജഹാനിൽ നിന്ന് മുംതാസിനെയോ മുംതാസിൽ നിന്ന് ഷാജഹാനെയോ മാറ്റി ഒരു ചരിത്രമില്ല എന്ന്. ഷാജഹാൻ്റെ എല്ലാ ജനക്ഷേമ സംരംഭങ്ങളിലും മുംതാസുമായി ആലോചിച്ചാണ് നടപ്പിലാക്കിയിരുന്നത്. ഡക്കാൻ പീഠഭൂമിയിൽ ഒരു യുദ്ധത്തിൽ ഷാജഹാനെ അനുഗമിക്കവെയാണ് മുംതാസ് മരിക്കുന്നത്. പ്രസവത്തോട് അനുബന്ധിച്ചായിരുന്നു മരണം. ശരിക്കും അറബിക്, പേർഷ്യൻ, ഹിന്ദി, സംസ്കൃതം ഭാഷകളിൽ അസാധ്യമായ അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മുംതാസ്. മുംതാസിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ ലോകം മുഴുവനും നിലനിൽക്കാൻ വേണ്ടിയാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. അന്നത്തെ ശില്പികൾ ആ നിർമ്മാണവേളയിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ സൗധം ലോകം മുഴുവനും അറിയപ്പെടും. ഇന്നും ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് താജ്മഹൽ പരിഗണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. താജ്മഹലിന് എന്ന സൗധത്തിന് പകരം വയ്ക്കാൻ, പ്രണയ കുടീരത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു സ്മാരകവും ഈ ലോകത്ത് ഇന്ന് വരെ ഇല്ലതാനും. അങ്ങനെ വരുന്നതിന് ഷാജഹാൻ്റെ മുൻ നിർമ്മാണ പ്രവർത്തനങ്ങളും താജിൻ്റെ നിർമ്മാണത്തിന് പ്രചോദനമായിട്ടുണ്ട്. ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ നിർമ്മാണവും ഷാജഹാൻ തന്നെ സ്വന്തമായി നിർമ്മിച്ച ജുമാ മസ്ജിദും ഒക്കെ ഷാജഹാന് പുതിയൊരു മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള ചിന്ത ഉടലെടുക്കുന്നതിനുള്ള പര്യാപ്തമായ സംഭവങ്ങളായിരുന്നു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാവുന്ന എല്ലാ നല്ല ശില്പികളെയും കൊട്ടാരത്തിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തി സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു. ഷാജഹാൻ ചക്രവർത്തിയുടെ ശ്രദ്ധാപൂർവമായ നിരീക്ഷണത്തിൽ താജ്മഹലിൻ്റെ ആദ്യ രൂപരേഖ തയ്യാറാക്കിയത് അഹമ്മദ് ലഹോറിയാണ്. താഴികക്കുടങ്ങൾ രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത തുർക്കിഷ് ശില്പി ഇസ്മായിൽ അംഫക്തിയാണ്. തക്ഷശിലക്കാരനായ ശില്പിയും ലാഹോറിയെ സഹായിക്കാൻ എത്തി. രൂപരേഖ വിദഗ്ധനായ ഉസ്താദ് ഇസയും ലാഹോറിയും ചേർന്നാണ് താജിൻ്റെ അവസാന രൂപരേഖ തയ്യാറാക്കിയത്. നിരവധി കലാകാരന്മാരും കരകൗശല വിദഗ്ധരും താജിൻ്റെ നിർമ്മാണത്തിൽ സജീവമായി പങ്കെടുത്തു. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ചക്രവർത്തി ഷാജഹാൻ സൂക്ഷ്മമായ അവലോകനങ്ങളും അഭിപ്രായങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. മാനവരാശിയിൽ അത്ഭുതമുണർത്തുന്ന വിസ്മയമായി നിസ്സംശയം താജ്മഹൽ മാറുമെന്ന് കൊട്ടാരം ചരിത്രകാരനായ മുഹമ്മദ് അമീൻ ഖാസിമി ആ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നതാണ്. അത് അക്ഷരം പ്രതി സത്യവുമായി. മഹാരാജ ജയ്സിംഗിൽ നിന്ന് വാങ്ങിയ ഭൂമിയിലാണ് ഷാജഹാൻ താജ്മഹൽ പണിയുന്നത്. യമുനയുടെ തീരത്ത് ആ സ്ഥലത്തിനു പകരമായി മഹാരാജ ജയ്സിംഗിന് ഒരു കൊട്ടാരം തന്നെ ഷാജഹാൻ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. 3 ഏക്കറോളം വരുന്ന യമുനയുടെ തീരത്തെ ഭൂമി ആദ്യം നിരപ്പാക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് യമുനാ നദിയിൽ നിന്ന് 30 മീറ്ററോളം ഉയർത്തി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയായിരുന്നു. കിണറുകൾ പോലെ ആഴത്തിലുള്ള കുഴികളെടുത്തിട്ട് അതിൽ നിറയെ കല്ലുകളും മറ്റു ഖരപദാർത്ഥങ്ങളും നിറച്ച് അടിത്തറ ഒരുക്കുകയുമാണ് ആദ്യം ചെയ്തത്. 15 കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭപാത തന്നെ മാർബിൾ കൊണ്ടുവരാനായി പ്രത്യേകം നിർമ്മിച്ചിരുന്നു. 20 മുതൽ 30 വരെ പേരടങ്ങിയ ടീമാണ് ഓരോ മാർബിൾ ഫലകങ്ങളും സ്ഥലത്ത് എത്തിച്ചത്. അതിനുവേണ്ടി പ്രത്യേകം പണിതീർത്ത വണ്ടികളും ഉണ്ടായിരുന്നു. അതിനൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ കപ്പികളാണ് മാർബിൾ വലിച്ചു കൊണ്ടുപോകാനായി ഉപയോഗിച്ചിരുന്നത്. യമുനയിൽ നിന്നാണ് വെള്ളം ആവശ്യത്തിന് ശേഖരിച്ചിരുന്നത്. ജലത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാനായി താജ്മഹൽ നിർമ്മിക്കുന്നതിനടുത്ത് വലിയൊരു ജലസംഭരണി തന്നെ അതിനടുത്ത് ചെറിയ ചെറിയ സംഭരണികളും ഉണ്ടാക്കിയിരുന്നു. ഈ സംഭരണികളിൽ നിന്ന് പൈപ്പ് പോലത്തെ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെള്ളം നിർമ്മാണ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. താജ്മഹൽ സമുച്ചയത്തിൻ്റെ 2 അറ്റങ്ങളിലായി ചെങ്കല്ല് കൊണ്ട് പണിതീർത്ത ഓരോ കെട്ടിടങ്ങൾ താജ്മഹലിനെ അഭിമുഖീകരിച്ചു നിലനിൽക്കുന്നുണ്ട്. പടിഞ്ഞാറും കിഴക്കും വശങ്ങളിലായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കെട്ടിടങ്ങൾ എല്ലാ രീതിയിലും ഒരേപോലെയാണ്. പടിഞ്ഞാറേ വശത്തെ കെട്ടിടം മോസ്ക് ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കിഴക്ക് വശത്തെ കെട്ടിടം ജവാബ് എന്ന പേരിലും അറിയപ്പെടുന്നു. പടിഞ്ഞാറുള്ള മോസ്ക് കെട്ടിടത്തിൻ്റെ തറയിൽ 569 പ്രാർത്ഥനാ ഫലകങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഷാജഹാൻ പണിതിട്ടുള്ള മറ്റു കെട്ടിടങ്ങളുടെ അതേ അടിസ്ഥാന രൂപകൽപ്പന തന്നെയാണ് ഇവിടുത്തെ ഈ മോസ്കിനും നൽകിയിരിക്കുന്നത്. ദില്ലിയിലെ ജുമാ മസ്ജിദിനെ അനുസ്മരിപ്പിക്കുന്ന പള്ളി തന്നെയാണ് താജ്മഹലിൻ്റെ കൂടെയുള്ള ഈ പള്ളി. ഇതൊക്കെ 1693 കൂടി പണിത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ശേഷം അപൂർവമായിട്ടേ ഷാജഹാൻ താജ്മഹൽ കാണാൻ വന്നിട്ടുള്ളൂ. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കുകയും ഷാജഹാൻ മരണം സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ഷാജഹാനെ മുംതാസ് മഹലിൻ്റെ അടുത്ത് തന്നെ അടക്കം ചെയ്തു എന്നതും ചരിത്രത്തിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളുടെ പട്ടികയിൽ താജ്മഹൽ സ്ഥാനം നേടിയിട്ടുണ്ട്. ഒരു പ്രണയത്തിൻ്റെ മനോഹരമായ സങ്കല്പത്തിൻ്റെ പൂർണ്ണതയാണ് താജ്മഹൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ബൈ.